ഫൺ ട്രാവൽ ആൻഡ് മൂവീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ശ്രീനഗർ മുതൽ ദൂതുപത്രി വരെയുള്ള യാത്രയുടെ വിശേഷങ്ങളാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്നും ഇറങ്ങുകയുണ്ടായി. ദാൽ തടാകത്തെ ചുറ്റിക്കൊണ്ടാണ് നമ്മൾക്ക് യാത്ര ആരംഭിക്കാനുള്ളത്. പുറത്തേക്ക് നോക്കുമ്പോഴാകട്ടെ ദാൽ തടാകത്തിന് ചുറ്റും നല്ല ജനങ്ങളാണ്. ധാരാളം സഞ്ചാരികൾ അവരുടെ ഷിക്കാരയിൽ കയറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പല വർണ്ണങ്ങളിലും പലതരത്തിലുള്ള പരവതാനികൾ വിരിച്ചുകൊണ്ട് ഷിക്കാരകളും അവരുടെ യാത്രികരെ കാത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ പുറത്തെ ദൃശ്യങ്ങൾ നോക്കി കാണുമ്പോഴാണ് ഇവിടെ ഒരാൾ ദാൽ തടാകത്തിൽ മീൻ പിടിക്കുന്ന ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വളരെ കൗതുകം തോന്നി. കാരണം ദാൽ തടാകത്തിൽ ഇന്ന് വരെ ആരും മീൻ പിടിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ഈ സഞ്ചാരിയുടെ വിനോദത്തിന് അദ്ദേഹം ചെയ്യുന്നതായിരിക്കാം എന്ന് തോന്നുകയുണ്ടായി. ഈ മനോഹരമായ ദാൽ തടാകത്തെയും അവിടെയുള്ള സഞ്ചാരികളെയും ഈ ഷിക്കാരകളെയും ഒക്കെ പിന്നിട്ടുകൊണ്ട് ഞങ്ങൾ ദൂതുപത്രി ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ്. പഹൽഗാമിലേക്കും മറ്റും നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് 4 വരി പാതകളാണ് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൂതുപത്രിയിലേക്കുള്ള ഈ യാത്ര നമ്മൾ ഒറ്റ വരിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് തികച്ചും ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയുള്ള ഒരു യാത്രയാണ് എന്നാണ്. കാരണം മറ്റ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ 4 വരി പാതകളാണ്. നമ്മൾ നേരത്തെ കണ്ട് കാശ്മീരിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് പോയിരുന്നത്. അവിടെ വലിയ പാതകളുണ്ടായിരുന്നു. ആ 4 വരി പാതകൾ തന്നെ നമ്മൾക്ക് വിമാനം ഇറക്കാൻ തക്ക രീതിയിലുള്ള റൺവേ അടക്കമുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മുൻപ് കാണിച്ചതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ വരി പാതയാണ് നമ്മളുടെ മുന്നിൽ അങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ. കാരണം എനിക്ക് തോന്നുന്നു ഒരു ജനതയെ അടുത്തറിയാൻ അതിൻ്റെ ഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതെന്ന്. അതിൻ്റെ അന്തരീക്ഷം, അവിടെ നിലനിൽക്കുന്ന സംസ്കൃതി, അവരുടെ ജീവിത രീതികൾ, ഇതൊക്കെ നമ്മൾക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രാമീണ അന്തരീക്ഷങ്ങളിലൂടെയുള്ള യാത്രകളാണ്. നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂട്ടായി നമ്മുടെ കൂടെ ഒരാളും കൂടെ പോരുന്നുണ്ട്. മറ്റാരുമല്ല അതൊരു കുഞ്ഞു തോടാണ്. കളകളാരവം ഒഴിച്ചുകൊണ്ട് അതങ്ങനെ നമ്മൾക്ക് എതിർദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായി തോന്നി. ഇവിടെയുള്ള വീടുകളും മറ്റുമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ വീടുകളെ നമുക്ക് അങ്ങിങ്ങായി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും പൊതുവെ ചെറിയ വീടുകൾ തന്നെയാണ് ഉള്ളത്. അവയുടെ നിർമ്മിതികളാകട്ടെ ഇഷ്ടിക കൊണ്ടുള്ളതാണ് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുക. വളരെ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് നിസാർ ഭായ് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ നേരം വൈകി എന്നാണ് തോന്നുന്നത്. ചെറിയൊരു ചാറ്റൽ മഴ കൂടി ഇപ്പോൾ ഉണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും അവിടെ നമ്മുടെ കടുകുപാടങ്ങൾ മഞ്ഞ പട്ട് വിരിച്ചുകൊണ്ട് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കണ്ട വീടുകളുടെ, നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു തരത്തിലുള്ള വീടുകളും ദൃശ്യമായി കൊണ്ടിരിക്കുകയാണ്. അവയുടെയൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. മേൽക്കൂര കുത്തനെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു നിർമ്മാണ രീതി, അതുപോലെ തന്നെ ഇഷ്ടിക കൊണ്ടുള്ള നിർമ്മാണ രീതി, ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. കട്ടിളയും മറ്റൊക്കെ വെച്ചുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇവയൊക്കെ ഭൂരിപക്ഷം വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടിക കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ കല്ലുകൾ കിട്ടാനില്ല എന്നുകൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകിൽ സിമൻറ്റ് കട്ടകളോ അല്ലെങ്കിൽ ഇഷ്ടികകളോ ആണ് ഇവിടെ അധികം നിർമ്മിതികളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള നിർമ്മിതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വാൽനട്ട്, നമ്മുടെ നാട്ടിൽ വളരെ വിലപിടിപ്പുള്ള വാൽനട്ട് ഇവിടെ സുലഭമാണ്. കടുക് പാടങ്ങളും മറ്റും ഇവിടെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ തണുത്തുറഞ്ഞ മഞ്ഞ് പെയ്യുന്ന ഈ നാട്ടിൽ മറ്റൊരു വിസ്മയമാണ് ഈ കാണുന്ന ആപ്പിൾ തോട്ടങ്ങൾ. മിക്കവാറും പല വീടുകളുടെയും കോമ്പൗണ്ടിനോട് ചേർന്ന് ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ ഒരു ശേഖരം കൂടി നമ്മൾക്ക്
കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലിങ്ങനെ കെട്ടി മറച്ചിരിക്കുന്നത് ആപ്പിളുകളാണ്. ഒരുപക്ഷെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചെറിയ ഷീറ്റുകളും കൊണ്ടൊക്കെ അവർ മതിൽ പോലെ കെട്ടി ഇങ്ങനെ സംരക്ഷിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. നിസാർ ഭായ് കാഴ്ചകളിലൊക്കെ ഒന്നും ശ്രദ്ധിക്കാതെ വളരെ വേഗതയിലാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ ഒറ്റയടിപ്പാതയിലൂടെ വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ചെരിവുകളും മറ്റുമൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മരങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മഞ്ഞ് വീണ്ടും ആപ്പിൾ മരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അധികം മരങ്ങൾക്കും അധികം അതായത് ഇല പൊഴിച്ച് നിൽക്കുന്നത് പോലെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും ചിലതൊക്കെ ആപ്പിൾ മരങ്ങളാവണം. റോഡുകളാകട്ടെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റോഡുകളുണ്ട് എന്ന് പറയാം. നിസാർ ഭായ് ആകട്ടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറായി ആണ് എന്നതുകൊണ്ട് തന്നെ വളരെ വേഗതയിലാണ് ഈ ഒറ്റയടി പാതയിലൂടെ നിഷ്പ്രയാസം ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റോഡിനെ ഇരുവശത്തും വലുതും ചെറുതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളെയും മറ്റുമൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊരു ശങ്കയുള്ളത് ആകാശം മേഘാവൃതമാണ്. ഇപ്പോൾ ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ചകളെയും മറ്റുമൊക്കെ അത് ബാധിക്കും. സഞ്ചാരത്തിന് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾക്ക് ലഭിച്ചത്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഇന്ന് നമ്മൾക്ക് ആശങ്കയ്ക്ക് ഇടവരുത്തുന്ന രീതിയിലുള്ള മേഘാവൃതമായിട്ടുള്ള ആകാശമാണ് കാണുന്നത്. ഇവിടെ നീണ്ടു കിടക്കുന്ന പുൽമേടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പ്രകൃതിയുടെ ഭാവമാറ്റങ്ങൾ നമ്മൾക്ക് കാശ്മീരിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം നമ്മളുടെ മുന്നിൽ വരച്ചിടുന്നതാണ്. ആളുകളൊക്കെ രസം. നമ്മൾ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് നല്ല രാവിലെയൊക്കെയാണ് നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അങ്ങകലെ നമ്മൾക്ക് പിന്നെ മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുന്ന മലകളെ കാണാൻ സാധിക്കും. നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തണുപ്പാണ്. പക്ഷേ ഇവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഈ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേർന്നത് കൊണ്ടായിരിക്കും അവർക്ക് അത്രമാത്രം കമ്പിളിയുടെ പുതപ്പുകൾ കൊണ്ട് മൂടി നടക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. അവർ സാധാരണ രീതിയിലുള്ള ഒരു വസ്ത്രം അണിഞ്ഞാണ് നടക്കുന്നത്. നമ്മളാകട്ടെ കമ്പിളിയുള്ള വസ്ത്രവും അതിന് മുകളിൽ ഒരു കോട്ടും ഒക്കെ ധരിച്ചിട്ടാണ് നമ്മളിവിടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ തദ്ദേശീയരുടെ ആ ഒരു അന്തരീക്ഷവുമായിട്ടുള്ള പിന്നെ ഇണക്കം അവർക്കത് പരിചിതമായത് കൊണ്ട് തന്നെ അവർക്കതിന് പ്രയാസമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രകൃതിക്ക് ചെറിയ രീതിയിൽ മാറ്റം വരുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഒഴുകിക്കൊണ്ടിരുന്നിരുന്ന ആ തോട് ഇപ്പോൾ റോഡിന് ചേർന്ന് ഒഴുകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ചുറ്റും സഞ്ചാരികൾ ചെറിയ കുടയും ടെൻറ്റുകളുമൊക്കെ പണിതുകൊണ്ട് അല്ലെങ്കിൽ വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പല ഭക്ഷണങ്ങളും കഴിക്കുകയും ആസ്വദിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതും അതിൻ്റെ കരകളിൽ നമ്മൾക്ക് ദൃശ്യമാണ്. പലതരത്തിലുള്ള പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ ഇത് ആസ്വദിച്ചുകൊണ്ട് ഈ പ്രകൃതി ഭംഗിയിൽ അലിഞ്ഞുകൊണ്ട് അവരുടെ ഭക്ഷണം നുകരുകയാണ്. നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പശ്ചാത്തലത്തിൽ അങ്ങ് തലയുയർത്തി നിൽക്കുന്ന പർവ്വതങ്ങളെയും മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന അങ്ങ് കൊടുമുടികൾ നിറഞ്ഞ ഈ മലകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മളുടെ വാഹനം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു മലകയറ്റം പോലെയുള്ള പ്രകൃതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉയർന്നു പോകുന്ന റോഡുകളിലേക്ക് നമ്മൾ സാവകാശത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പൈൻ മരങ്ങൾ നിറഞ്ഞ മലകൾക്കിടയിലൂടെ ഈ റോഡിൽ വളഞ്ഞ് പുളഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മനോഹരമായ ഒരു കാശ്മീർ ദൃശ്യം എവിടെയും നമ്മൾക്ക്
കാണാൻ സാധിക്കും. പല സിനിമകളിലൂടെ, പല ദൃശ്യാനുഭവങ്ങളിലൂടെ നമ്മൾ മുൻപ് കണ്ടിരുന്ന ആ കാശ്മീർ ഇന്ന് നമ്മുടെ മുന്നിൽ അനാവൃതമായിക്കൊണ്ടിരിക്കുന്നു. പൈൻ മരങ്ങളും ചെങ്കുത്തായി കയറിപ്പോകുന്ന മലനിരകളും അതിനോട് ചേർന്ന് കുതിരയിലും പോണിയിലും കടന്നു പോകുന്ന നാട്ടുകാരും അടങ്ങുന്ന ഈ കാശ്മീർ ദൃശ്യം. നിറയെ പൈൻ മരങ്ങളാണ് റോഡിന് ഇരുവശത്തും കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൂടെ കടന്നു വന്നിരുന്ന ആ തോടെങ്ങോ പോയി മറഞ്ഞു. ആകാശമാകട്ടെ മേഘാവൃതമാണ്. നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് നിസാർ ഭായ് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വാഹനം ഓടിക്കുകയാണ്. മുന്നോട്ട് പോകുന്തോറും മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന ആ പർവ്വതത്തിനരികിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ വീണ്ടും പൈൻ മരങ്ങൾക്കിടയിലൂടെ നമ്മളങ്ങനെ മുന്നോട്ട് ഇപ്പോൾ നമ്മളുടെ യാത്ര പൈൻ മരങ്ങൾക്കിടയിലേക്ക് കടന്നതിന് ശേഷം സാവധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളഞ്ഞ് പുളഞ്ഞു പോകുന്ന റോഡുകൾ കയറ്റം കയറുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിന് വളരെ മെല്ലെയാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, മറ്റ് വാഹനങ്ങളും സഞ്ചാരികളുടെ വാഹനങ്ങളുമൊക്കെ അവിടുന്ന് കടന്നു വരികയും നമ്മളെ കടന്നു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം നമ്മൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തു വരുന്നു എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇവയെല്ലാം. എത്ര കണ്ടാലും മതിവരാത്ത ദൃശ്യങ്ങളാണ് ഈ പൈൻമരങ്ങൾ നമ്മൾക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു മായിക പ്രപഞ്ചത്തിൽ അങ്ങനെ ലയിച്ച് ഈ പ്രകൃതിയിൽ അലിഞ്ഞുകൊണ്ട് ഇനിയും നമ്മളുടെ മുന്നിലേക്ക് എന്താണ് കടന്നു വരുന്നത് എന്ന വളരെ ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളോടെ നമ്മൾ വീണ്ടും പ്രകൃതിയിലേക്ക് അങ്ങനെ കണ്ണും നട്ടിരിക്കുകയാണ്. എത്ര മനോഹരമാണ് ഈ താഴ്വാരങ്ങൾ. അതങ്ങനെ നീണ്ടു കിടക്കുന്നു. അതിനെ ചുറ്റിക്കൊണ്ട് ഈ റോഡുകൾ അങ്ങനെ വളഞ്ഞു പുളഞ്ഞ് മുന്നോട്ട് സഞ്ചാരികളെ നയിക്കുകയാണ്. ഈ കാടുകൾക്കുമപ്പുറം എന്തെല്ലാം കാഴ്ചകളാണ് ഇനിയും നമ്മൾക്ക് കാണാനിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനത്തെക്കുറിച്ചായിരുന്നു ഞാൻ നിസാർ ഭായും ഇതിനിടയ്ക്ക് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഫോഴ്സിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുതിയ വാഹനമാണ് അതെന്നും ചുറ്റും ഗ്ലാസ് കൊണ്ട് ഉള്ള ആ വാഹനത്തിൽ സഞ്ചരിക്കാൻ വളരെ സൗകര്യവും സുഖവും ആയിരിക്കുമെന്നും ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. വീണ്ടും ചെറിയ ചാറ്റൽ മഴ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ കാശ്മീരിനെ എത്രയും മനോഹരമാക്കി തീർക്കുന്ന ഈ സാധാരണ ഗ്രാമ ദൃശ്യങ്ങൾ നമ്മൾക്ക് സമ്മാനിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതി, അത് അവിടെ ചെന്ന് ആസ്വദിക്കുക തന്നെ വേണം. അങ്ങനെ വളരെ ദീർഘദൂരമുള്ള യാത്ര ലക്ഷ്യത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് വളരെ ദൂരമില്ല ദൂതുപത്രിയിലേക്ക് എന്ന് നിസാർ ഭായ് പറയുകയുണ്ടായി. എന്നാലും നമ്മളുടെ യാത്രകളിലുള്ള ചില തിരക്കുകളും അതുപോലെ തന്നെ അതിനോടടുക്കുമ്പോൾ ധാരാളം ടൂറിസ്റ്റ് വാഹനങ്ങൾ വഴിയോരത്തൊക്കെ നിർത്തിയിട്ടതുകൊണ്ട് യാത്രയ്ക്ക് നേരിടുന്ന തടസ്സങ്ങളുമൊക്കെ യാത്രയുടെ വേഗതയെ കാര്യമായി ബാധിക്കുകയും വേഗത കുറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും നമ്മൾക്ക് ആ മഞ്ഞ് പുതച്ചു കിടക്കുന്ന കരിങ്കൽ ഭിത്തിയോട് കൂടിയിട്ടുള്ള ആ മനോഹരമായ പർവ്വതങ്ങളെയും അതിൻ്റെ ശിഖരങ്ങളെയും ഒക്കെ അടുത്ത് കാണാൻ സാധിക്കുന്നു. വഴിയോരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. സഞ്ചാരികൾ അവിടെ ഇറങ്ങുകയും ഫോട്ടോ എടുക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളാകട്ടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ കാരണം തണുപ്പ് വർദ്ധിച്ചിരിക്കുന്നു. അന്തരീക്ഷം വളരെയധികം തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ്. നമുക്ക് തെളിഞ്ഞ ആകാശം നിർഭാഗ്യവശാൽ
നമ്മൾക്ക് ഇന്നിവിടെ ലഭിച്ചിട്ടില്ല. ഈ ചെറിയ ചാറ്റൽ മഴ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ദൃശ്യങ്ങളാണ് ശരിക്കും കാശ്മീരിൻ്റെ മനോഹര ദൃശ്യങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അതാണ്. ഈ താഴ്വാരങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒരനുഭവമാണ് ഇത് നൽകുന്നത്. ഈ കാഴ്ചകൾ ഇങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല, അത്രയും മനോഹരമാണ്. നമ്മളൊരു ചിത്രത്തിൽ വരച്ചിട്ടതുപോലെ കാണുന്ന ഇത്രയും വളരെ ഭംഗിയുള്ള പ്രകൃതി. ഇതാണ് കാശ്മീർ. ഇതാണ് സഞ്ചാരികളുടെ പറുദീസയായിട്ടുള്ള കാശ്മീരിൻ്റെ താഴ്വാരങ്ങൾ. ഈ താഴ്വാരങ്ങളെ ചുറ്റിക്കൊണ്ട് വളഞ്ഞു പൊളിഞ്ഞു പോവുകയാണ് റോഡുകൾ. ആ താഴ്വാരങ്ങളിലാകട്ടെ മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ, കന്നുകാലികൾ, കുതിരകൾ, അവയ്ക്ക് പിറകെ അതിനെ തെളിച്ചുകൊണ്ട് ചെറിയ ഗ്രാമീണർ, അതുപോലെ തന്നെ അവിടെ ഫോട്ടോ എടുക്കാനും മറ്റും നിർത്തുന്ന വിനോദസഞ്ചാരികൾ, എല്ലാം കലർന്നൊരു കാശ്മീർ കാഴ്ച. ദൂദ്ബത്രിയിലേക്കുള്ള ഈ യാത്രയുടെ കാഴ്ചകൾ ഇവിടെ നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇനി ദൂദ്ബത്രിയിൽ എത്തിയിട്ടുള്ള കാഴ്ചകൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നതാണ്. ഈ യാത്രയിൽ നമ്മളോടൊപ്പം കാഴ്ചകൾ കണ്ടുകൊണ്ട് കൂടെ വന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.